പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത് SKSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുബഷിർ തങ്ങൾ, ഈ വേദിയിലിരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ, ഉമറാക്കൾ, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, ഈ മനുഷ്യജാലികയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ 18 വർഷമായി SKSF സംഘടിപ്പിച്ചു വരുന്ന മനുഷ്യജാലികയാണ് ഈ 18ാമത്തെ വർഷം ഈ ഓമശ്ശേരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 26 പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തവണ നമ്മൾ രാജ്യം റിപ്പബ്ലിക്കായതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. 18 വർഷം മുമ്പ് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായി മനുഷ്യജാലിക സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്, ഈ മനുഷ്യജാലികക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്ന് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരാഘോഷം എന്ന നിലയിൽ മാത്രമല്ല, ഇതൊരു സമരം കൂടിയാണ്. റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായി എന്നതുകൊണ്ട് കൂടിയാണ്. എങ്ങനെയാണ് ഭരണഘടന ഉണ്ടാകുന്നത്? നമ്മുടെ രാജ്യം സ്വതന്ത്രമായതോ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായതോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രത്യേകമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടല്ല. ഏതെങ്കിലും ഒരു ജാതി മാത്രമല്ല അതിനകത്ത് പരിശ്രമിച്ചത്. ഏതെങ്കിലും ഒരു വിഭാഗം പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്നവർ, അങ്ങനെയല്ല. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. അവരുടെ പ്രതിനിധികൾ ചേർന്നാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഭരണഘടനാ ശില്പിയായ, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ അംബേദ്കറെ കുറിച്ച്. എങ്ങനെയാണ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തുന്നത്? മുംബൈയിൽ നിന്ന് പരാജയപ്പെട്ടു പോയി. ഇന്നത്തെ മുംബൈയിൽ, അന്നത്തെ ബോംബെയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. പിന്നെ അദ്ദേഹം ബംഗാളിൽ പോയിട്ട് മത്സരിച്ച് ജയിക്കുകയാണ്. ആരാണ് അദ്ദേഹത്തെ ബംഗാളിലേക്ക് കൊണ്ടുപോയി ജയിപ്പിച്ചത്? ആ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്, ആ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 പേർ അനുഗമിക്കുന്നുണ്ട്. ഒരാളുടെ പേര് അബുൽ കലാം ആസാദ് എന്നാണ്, മറ്റൊരാൾ ആചാര്യ കൃപലാനി. ഒരാൾ മുസ്ലിമാണ്, ഒരാൾ ഹിന്ദുവാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയാമ്പിൾ തുടങ്ങുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. HV കാമത്ത് പറയുന്നുണ്ട്, ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്നവർ മതവിശ്വാസികളാണ്. അതുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങേണ്ടത്. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പേരിലാണ് തുടങ്ങേണ്ടത്. അദ്ദേഹത്തോട് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ഭരണഘടനാ അസംബ്ലിയിലുള്ളവർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിൻവലിക്കില്ല. അവസാനം വോട്ടിനിട്ടിട്ട് പരാജയപ്പെട്ടു പോയി. നോക്കണം, 99% ആളുകൾ വിശ്വാസികളായ ഭരണഘടനാ അസംബ്ലിയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പദം
അതിൻ്റെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരാൾ പറയുമ്പോൾ അത് വേണ്ടെന്ന് ഭൂരിപക്ഷം പറയുന്നു. എന്തുകൊണ്ട്? അതിന് കാരണമായി പറയുന്നത് അവിശ്വാസികൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്, വിശ്വാസമില്ലാത്തവർ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്. അവരെ കൂടി ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ടാണ്. 99% വിശ്വാസികളാകുന്ന ഒരു രാജ്യത്ത് 1% അവിശ്വാസികളാണ്. അവരെ കൂടി ഉൾക്കൊള്ളാൻ ഈ രാജ്യത്തിന് കഴിയണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന ആമുഖത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആർട്ടിക്കിൾ 25 എല്ലാവർക്കും വിശ്വാസം ആചരിക്കാൻ, വിശ്വസിക്കാൻ, റൈറ്റ് ടു പ്രൊഫസ്, റൈറ്റ് ടു പ്രാക്ടീസ് എന്നൊരു പദം കൂടിയുണ്ട്, പ്രൊപ്പഗേറ്റ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് ആചരിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കത് പ്രബോധനം ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ കൂടി അവകാശമുണ്ട്. പ്രൊപ്പഗേറ്റ് എന്ന പദം വേണം എന്ന ചർച്ചയുണ്ടായി. വേണ്ടെന്ന് പറഞ്ഞു, വാശി പിടിച്ച നേതാവിൻ്റെ പേരാണ് കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ നോക്കൂ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരങ്ങൾ, ആരാധനകൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വസതിയിൽ ഒരു മുറിയിൽ നമ്മൾ കാണുന്നു. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി പറയുന്നു, ഭൂരിപക്ഷമാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്ത്യയിലെ ഒരു ഹൈക്കോടതി ജഡ്ജി പറയുന്നു, ഇന്ത്യയിലെ ഭൂരിപക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പള്ളികൾ കുഴിച്ചു നോക്കാൻ വേണ്ടി കോടതികൾ ഉത്തരവിടുന്നു. അങ്ങനെയൊക്കെ വർഗീയമായ ചിന്താ താല്പര്യത്തോടു കൂടി ചില വിഭാഗം മുന്നോട്ട് പോകുമ്പോഴും ഈ രാജ്യം ഇങ്ങനെ തകരാതെ, 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഈ രാജ്യം അധികം മുമ്പോട്ട് പോകില്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു പലരും. അതിലേറ്റവും പ്രധാനി ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ്, മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹം പറഞ്ഞു, എത്ര മതങ്ങളാണ്, എത്ര ജാതികളാണ്, എത്ര ഭാഷകളാണ്, എത്ര നാട്ടുരാജ്യങ്ങളാണ്, എത്ര സംസ്കാരമാണ്, ഈ രാജ്യം അധികം പോവില്ല. ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായ പല രാജ്യങ്ങളും അസ്ഥിരമായി, ഇന്ത്യക്ക് ശേഷം സ്വതന്ത്രമായ പല രാജ്യങ്ങളും തകർന്നുപോയി. പക്ഷെ ഇപ്പോഴും തകരാതെ സ്ഥിരമായി, സുസ്ഥിരമായി പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ഇപ്പോഴും തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ ഒരു കാരണം ഈ ഭരണഘടനയാണ്. ആ ഭരണഘടന ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ഈ മനുഷ്യജാലികയിലൂടെ നമ്മൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മനുഷ്യജാലിക അത്തരം സമരങ്ങൾക്ക്, അത്തരം പോരാട്ടങ്ങൾക്ക് കരുത്തു പകരും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.